ഹലോ ഫ്രണ്ട്സ്, വിനേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ അനാൽ സ്കൂള്, അതേമാതിരി അനാൽ ഹിസ്റ്റോറിയോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ അവരെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് മൊഡ്യൂൾ 4 നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ലിംഗഭേദ ചരിത്രമാണ്. നമുക്ക് അറിയാം, പ്രധാനമായിട്ടും 2 ലിംഗങ്ങളാണുള്ളത്, അതായത് സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ 2 വിഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ വിഭാഗത്തെയും പറ്റിയുള്ള ചരിത്രം, അതാണ് ഈ ഒരു ലിംഗഭേദ ചരിത്രം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പുരുഷന്മാരെ പറ്റിയുള്ള ചരിത്രം, സ്ത്രീകളെ പറ്റിയുള്ള ചരിത്രം, ഇതാണ് ഈ ഒരു ലിംഗഭേദ ചരിത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു ലിംഗഭേദ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചരിത്രത്തിൻ്റെ ഉപവിഷയം തന്നെയാണ്. അതായത് ചരിത്രത്തിൻ്റെ ഒരു സബ്ബായി കണ്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് അത്, ഈ ഒരു ലിംഗഭേദ ചരിത്രം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഈ ഒരു സ്ത്രീകളെ ഈ ഒരു ചരിത്രത്തിലൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. സ്ത്രീകളെ പറ്റി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നില്ല, അവർക്ക് വലിയ സ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെ കുറേ ചരിത്രകാരികൾ, അതായത് കുറേ വനിതകൾ എന്തായിട്ടുണ്ട്, രംഗത്ത് വന്നിരുന്നു. അതേമാതിരി കുറേ ചരിത്രകാരന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ത്രീകളുടെ ചരിത്രം എന്നുള്ള ആ ഒരു ചരിത്രരചന രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ത്രീ ചരിത്രരചനയുടെ ഒരു വികസിത രൂപമാണ്, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ജെൻഡർ ഹിസ്റ്ററി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതായത് കൂടുതലും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയിട്ട് സ്ത്രീകളുടെ ചരിത്രം കൂടുതൽ രചിക്കുക. അതായത് പണ്ട് കാലത്ത് പുരുഷന്മാരുടെ കുറേ ചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സ്ത്രീകളുടെയും ചരിത്രം രചിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെയും ചരിത്രം രചിച്ചു എന്നുള്ളതാണ് ഈ ഒരു ലിംഗഭേദ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കണ്ടെന്തായി, കുറേ വനിതകളുടെ ചരിത്രങ്ങളൊക്കെ രചിക്കപ്പെടുന്നുണ്ട്. അതേമാതിരി കുറേ സ്ഥാനങ്ങളിൽ, അതായത് ഔദ്യോഗിക പദവികളിലൊക്കെ കുറേ സ്ത്രീകളിൽ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പണ്ട് കാലത്ത് സ്ത്രീകളെ ഈ ഒരു ചരിത്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സമകാലിക കാലത്ത്, അല്ലെങ്കിൽ ഒരു ആധുനിക കാലത്ത് വന്ന വനിതകളും ചരിത്രകാരന്മാരും ഉണ്ടായി. അതിനെ കുറേ ചോദ്യം ചെയ്തു. അങ്ങനെ ഒരു സ്ത്രൈണ ഭൂതകാലം രചിക്കുകയാണ് അവർ. സ്ത്രൈണ ഭൂതകാലം എന്ന് പറഞ്ഞാൽ, അതായത് ഭൂതകാലത്തിൽ കുറേ സ്ത്രീകൾ കുറേ പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ടെത്തി ചരിത്രത്തിൽ ഉൾപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. അതാണ് സ്ത്രൈണ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫെമിനിസത്തിൻ്റെ ഭാഗം തന്നെയാണിത്, ഈ ഒരു സ്ത്രീവാദ ചരിത്രം എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളെ ചരിത്രത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെമിനിസത്തിൻ്റെ ഭാഗമായി കാണുന്നത് ഈ ഒരു സ്ത്രീവാദ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിംഗഭേദ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ എണ്ണി പറയുന്നത് മധ്യകാല ചരിത്രം എന്നുള്ള ഗ്രന്ഥമാണ്. പിന്നെ രണ്ടാമത്തത് വുമൺസ് വർക്ക്, അതായത് ആലിസ് ക്ലർക്കും ഐവി ബഞ്ചും എഴുതിയ ഒരു ബുക്കാണെന്ത്, ഈ ഒരു വിമൻസ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പ്രധാനമായിട്ടും ഈ ഒരു 2 ഗ്രന്ഥങ്ങളാണെന്ത് നമ്മൾ ഈ ഒരു ലിംഗഭേദ ചരിത്രത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളായിട്ട് പരിഗണിക്കുന്നത്. ഒന്നാമത്തേത് മധ്യകാല ചരിത്രം, രണ്ടാമത്തത് വുമൺസ് വർക്ക് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ത്രീകൾ ഇങ്ങനെ കുറേ രംഗത്ത് വന്നു. സ്ത്രീകളുടെ ഈ ഒരു ചരിത്രം ഇങ്ങനെ രചിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ചരിത്രം എന്നുള്ളൊരു കൺസെപ്റ്റ് രൂപപ്പെടാൻ തുടങ്ങി. അതായത് സ്ത്രീകളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് രചിക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവളുടെ ചരിത്രം എന്നുള്ള ഒരു രൂപത്തിലേക്ക് മാറി, ഈ ഒരു ചരിത്ര രചന മാറി എന്നുള്ളതാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ സ്ത്രൈണ ഭൂതകാലം പുനർനിർമ്മിക്കപ്പെട്ടു. നമ്മൾ മുന്നേ ചർച്ച ചെയ്ത വിഷയമാണ്. അതായത് ഈ ഒരു സ്ത്രീകൾ, അപ്പോൾ അങ്ങനെ സ്ത്രൈണ ഭൂതകാലം എന്തായി, ഈ ഒരു സ്ത്രീകളുടെ ഈ ഒരു പ്രവർത്തന ഫലമായിട്ട് കുറേ ചരിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ട് സ്ത്രൈണ ഭൂതകാലം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ലിംഗഭേദ ചരിത്രത്തെ പറ്റി നോക്കുകയാണെങ്കിൽ, ലിംഗഭേദ ചരിത്രം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, വിവിധ സമൂഹത്തിലെ സ്ത്രൈണതയും പൗരുഷ്യവും സാംസ്കാരികമായി എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതാണ് ലിംഗഭേദ ചരിത്രം. അതായത് സ്ത്രീ, അതേമാതിരി പുരുഷൻ, ഇവർക്കൊക്കെ ഓരോ റോളുകളുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് സമൂഹത്തിൽ രൂപപ്പെട്ടത് എന്ന് പഠിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ലിംഗഭേദ ചരിത്രം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ലിംഗഭേദ ചരിത്രത്തെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ലിംഗഭേദ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരിയാണ് ഗേഡ ലേണർ എന്നുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, കമൻറ്റിലൂടെ ചോദിക്കുക. അതേമാതിരി നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്താവുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.